സാമൂഹ്യ മാധ്യമ നിരോധനത്തിനും രാജ്യത്ത് പടർന്നു പിടിക്കുന്ന അഴിമതിക്കുമെതിരെ നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കലാപം ബുധനാഴ്ചയും തുടരുന്നു. പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നതുവരെ സമാധാനം ഉറപ്പിക്കുവാനുള്ള ചുമതല ഏറ്റെടുത്ത സൈന്യം രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചു. നിലവിൽ രാജ്യത്ത് നിരോധനാജ്ഞയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ബുധനാഴ്ച വൈകിട്ട് 5 മണിവരെ തുടരും. ശേഷം കർഫ്യൂ നിലവിൽ വരും. വ്യാഴാഴ്ച രാവിലെ 6 മണിവരെയാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംഘർഷ സംഭവങ്ങൾ വ്യാപകമായതിന്റെ പശ്ചാത്തലത്തിൽ ആയുധധാരികളായ സൈനികർ കാഠ്മണ്ഡുവിന്റെ തെരുവുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനാണ് സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. നേപ്പാളിൽ കലാപം അക്രമാസക്തമായതിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന 7 ജില്ലകളിൽ സുരക്ഷ ശക്തമാക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകി. ശ്രവസ്തി, ബൽറാംപൂർ, ബഹ്റൈച്ച്, പിലിഭിത്ത്, ലഖിംപൂർ ഖേരി, സിദ്ധാർത്ഥ നഗർ, മഹാരാജ് ഗഞ്ച് എന്നീ ജില്ലകളിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിനും കർശന പെട്രോളിംഗിനുമാണ് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തി അടച്ചിട്ടില്ലെങ്കിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മേഖലയിലെ സുരക്ഷാ ചുമതലയുള്ള SSB സാമൂഹിക വിരുദ്ധർ നുഴഞ്ഞുകയറുന്നതിനെതിരെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നേപ്പാളിലെ ഇന്ത്യൻ പൗരർ നിലവിലുള്ള സ്ഥലത്ത് തന്നെ തുടരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യം വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. കാഠ്മണ്ഡുവിലേക്കുള്ള 4 വിമാന സർവീസുകൾ എയർ ഇന്ത്യ ചൊവ്വാഴ്ച റദ്ദാക്കി. നേപ്പാൾ എയർലൈൻസും ഇൻഡിഗോയും സർവീസുകൾ റദ്ദാക്കി. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങി ജനപ്രിയമായ 26 സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി നേപ്പാൾ സർക്കാർ നിരോധിച്ചതിനെതിരെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. രാജ്യത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത സാമൂഹ്യ മാധ്യമങ്ങൾ പ്രവർത്തനരഹിതമാക്കുന്നതിന്റെ ഭാഗമാണ് നടപടിയെന്ന് വിശദീകരിച്ചായിരുന്നു സർക്കാർ നടപടി. പിന്നാലെ നേപ്പാളിലെ KP ശർമ്മ ഒലി സർക്കാർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണെന്നും പ്രതികരിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണെന്നും ആരോപിച്ച് യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധം തുടങ്ങി. പ്രതിഷേധം കത്തിപ്പടർന്നതോടെ നിരോധനം പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായെങ്കിലും പ്രക്ഷോഭം തെരുവിൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് പിന്നാലെ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചതായാണ് റിപ്പോർട്ട്. പ്രക്ഷോഭകാരികൾ നേപ്പാൾ സുപ്രീം കോടതി സമുച്ചയത്തിനും തീയിട്ടു.